നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ധനുഷിന്റെ ഒരു രണ്ടാം വിവാഹത്തെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ധനുഷ് ഈ വരുന്ന ഫെബ്രുവരി 14 അതായത് വാലന്റൈൻസ് ഡേയിൽ പ്രണയദിനത്തിൽ ധനുഷ് രണ്ടാമത് ഒരു വിവാഹം കഴിക്കാൻ പോകുന്നു. തെന്നിന്ത്യൻ താരസുന്ദരിയായിട്ടുള്ള മൃണാൾ താക്കൂറാണ് ധനുഷിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ രീതിയിലുള്ള പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം പുതിയ അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ധനുഷ് ഇതിന്റെ മുമ്പ് നമുക്കറിയാം, ധനുഷ് ഒരു രജനികാന്തിന്റെ മകളെയാണ് വിവാഹം കഴിച്ചത്. സൗന്ദര്യ എന്നാണ് അവരുടെ പേര്. അവർക്ക് രണ്ടുപേർക്കും രണ്ട് കുട്ടികളുണ്ട്. പക്ഷെ അവർ കഴിഞ്ഞ 2 വർഷം മുമ്പ് ചില അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം അവർ മ്യൂച്വലായിട്ട്, അതായത് പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ബന്ധം വേർപെടുത്തുകയും അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ അവർ ഒരുമിച്ച് നോക്കുന്ന ഒരു രീതിയിലൊക്കെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധനുഷാണെങ്കിൽ ഇപ്പം തമിഴിൽ നിന്ന് മാറിയിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ അഭിനയിച്ച് എന്താ പറയുക, ലോക ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഒരു നടനായിട്ട് മാറിയിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ധനുഷ് ഇപ്പം തമിഴിൽ ഒരു 2-3 സിനിമകളോളം സംവിധാനം ചെയ്തിട്ടുണ്ട്. മൃണാൾ താക്കൂർ ആണെങ്കിലും തെന്നിന്ത്യൻ സിനിമയിൽ ബാലതാരമായിട്ട് എത്തിയിട്ടുള്ള ഒരു നായികയാണ് മൃണാൾ താക്കൂർ എന്ന് പറയുന്നത്. പിന്നീട് കുറെ നല്ല സിനിമകൾ ചെയ്തു. നമ്മുടെ ദുൽഖർ സൽമാന്റെ സീതാരാമം എന്ന് പറയുന്ന ചിത്രത്തിലാണ് അവരെ കുറച്ചും കൂടെ ആളുകൾക്ക് സുപരിചിതയാവുന്നതും ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നതും ഒക്കെ. അങ്ങനെ ധനുഷ് ഇവരുമായിട്ട് അടുക്കുന്നതും ഇവർ തമ്മിൽ പല ഫംഗ്ഷൻസിന് പോകുന്നതും ഇവരുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഫോട്ടോസുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വന്നു. പിന്നെ ധനുഷിന്റെ സിസ്റ്ററെ ഈ പറയുന്ന മൃണാൾ താക്കൂർ ഫോളോ ചെയ്തതൊക്കെ ആയിരുന്നു. ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നും അതുപോലെ തന്നെ ഇവർ ഉടൻ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു, അതായത് ഫെബ്രുവരി 14 ഇവർ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ഈ ഒരു ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് ഇവരാരും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിലോ അല്ലാതെ ഒന്നും ഇവർ ഈ പ്രണയമാണെന്നോ അല്ലെങ്കിൽ വിവാഹമുണ്ടെന്നോ ഇല്ല എന്നുള്ള വാർത്തകളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പം കഴിഞ്ഞ ദിവസം മൃണാൾ താക്കൂർ പറഞ്ഞിരിക്കുന്നത്, അവരൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ധനുഷായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രണയ വികാരങ്ങളൊന്നുമില്ല, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, എനിക്ക് ധനുഷ് സഹോദരനെ പോലെയാണ്, അതോടൊപ്പം തന്നെ ധനുഷ് സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് സഹായിക്കുന്ന ഒരു വെൽവിഷറാണ് എന്നുള്ള രീതിയിലാണ് മൃണാൾ താക്കൂർ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇവരുടെ വിവാഹം ഉണ്ടാവുമോ ഇല്ല എന്നൊക്കെ ഉള്ളത് നമുക്കിനി കണ്ടറിയാവുന്ന ഒരു കാര്യം. പക്ഷെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ മൃണാൾ താക്കൂർ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിന്റെ ചെറിയ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. അതിൽ മൃണാൾ താക്കൂർ എന്താണ് ഇപ്പം ധനുഷിന്റെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം. തമിഴ് സൂപ്പർ താരം ധനുഷിനെ വാലന്റൈൻസ് ദിനത്തിൽ വിവാഹം കഴിക്കുന്നു എന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെ തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരസുന്ദരി മൃണാൾ താക്കൂർ. ഒരഭിമുഖത്തിലാണ് താരം മനസ്സ് തുറക്കുന്നത്. പ്രണയം അതിമനോഹരമായ വികാരമാണെന്നും പ്രപഞ്ചത്തിലെ ആർക്കും എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാമെന്നും മൃണാൾ പറയുന്നു. കുറെ കൂടി നല്ല മനുഷ്യരായി മാറാൻ പ്രണയം സഹായിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ബാല്യകാലത്തെ നൊമ്പരങ്ങളെയും അത് മായ്ച്ചു കളയും. ലോകത്തെ ഏറ്റവും മനോഹരമായത് പ്രണയമാണ്. എല്ലാവർക്കും പ്രണയം കണ്ടെത്താനും അനുഭവിക്കാനും കഴിയട്ടെ എന്നാണ് തന്റെ പ്രാർത്ഥനയെന്നും അവർ വ്യക്തമാക്കുന്നു. പ്രണയത്തിൽ ആരാണ് ഏറ്റവും അധികം അലിഞ്ഞു പോകുന്നതെന്ന ചോദ്യത്തിന് പ്രണയത്തിലിരിക്കുമ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ മനുഷ്യർ സ്നേഹിക്കപ്പെടുകയാണെന്നായിരുന്നു താരത്തിന്റെ മറുപടി. സ്നേഹം ലഭിക്കുക എന്നതും അതിനെ അംഗീകരിക്കുക എന്നുള്ളതും തീർത്തും പ്രയാസമേറിയ കാര്യമാണെന്നും പ്രണയത്തിന്റെ നിർവചനം അനുദിനം മാറിക്കൊണ്ടേയിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രണയത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നതിലാണ് കാര്യം. പ്രണയം മാത്രം മാറ്റമില്ലാതെ തുടരുമെന്നും മൃണാൾ വിശദീകരിക്കുന്നു. തെന്നിന്ത്യൻ ചിത്രങ്ങളിലൂടെയാണ് ധനുഷിനോട് മൃണാൾ അടുത്തതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതേസമയം വിവാഹം ഉടനെ ഉണ്ടാകില്ലെന്ന് സുഹൃത്തുക്കൾ സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഫിലിം പ്രമോഷൻ ഉൾപ്പെടെ ഇരുവരും ഒന്നിച്ചെത്തിയതായും ധനുഷിന്റെ സഹോദരിയെ മൃണാൾ ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടരാൻ തുടങ്ങിയതും ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കമേറ്റി. രജനികാന്തിന്റെ മകൾ ഐശ്വര്യയുമായി 18 വർഷം നീണ്ട വിവാഹബന്ധം 2022 ധനുഷ് അവസാനിപ്പിച്ചത്. ഈ ബന്ധത്തിൽ താരത്തിന് 2 മക്കളുണ്ട്. തുടർന്ന് ഈ അടുത്ത കാലത്ത് തന്നെ മൃണാൾ താക്കൂറുമായി ധനുഷ് പ്രണയത്തിലാണെന്നും ഇരുവരും ഫെബ്രുവരി 14 വിവാഹം കഴിക്കുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ മൃണാൾ പറഞ്ഞിരിക്കുന്നത് ധനുഷ് തനിക്ക് സഹോദരനെ പോലെയാണെന്നും തനിക്ക് സിനിമയിൽ നല്ലൊരു വെൽവിഷറാണ് ധനുഷ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്.